ഹായ് ഗായ്സ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അവൽ മിക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവൽ മിക്സ് എന്ന് പറയുന്നത് നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും വൈകിട്ട് ചായയുടെ കൂടെ ആണെങ്കിലും ഒക്കെ എടുക്കാം. അതിനായിട്ട് കുറച്ച് അവലെടുത്ത് ഞാൻ നന്നായിട്ട് പേറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു അഴുക്കും പൊടിയും ഒക്കെ പോയി നല്ല ക്ലീനായി. ഇതിനെ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചൊരു പാൻ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ സിമ്മിലിട്ടതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അവൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. അപ്പോൾ അവൽ നമുക്ക് സ്മൂത്തി ആയിട്ടോ അവൽ വിളയിച്ചോ അവൽ വരയോ ഇതുപോലെ അവൽ പൊടിയായിട്ടോ അതല്ല ലഡുവായിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നല്ല രുചിയാണ്. ആ ചൂടോടുകൂടി തന്നെ ഞാനൊരു ജാറിലോട്ട് ഇടുകയാണേ. അപ്പോൾ ചൂടോടുകൂടി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ തരിയൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇതാ കണ്ട, ചെറിയ ചൂടുണ്ട്, എൻ്റെ കൈയൊക്കെ പൊള്ളി. പിന്നെ ഞാനതൊരു പാത്രത്തിലേക്ക് തട്ടി വെച്ചു. അപ്പോൾ ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ശർക്കരയാണ്. ഉരുണ്ട ശർക്കര എടുത്തിട്ട് ഞാൻ അതിൽ ആവശ്യത്തിനുള്ളത് മാത്രം ചെത്തിയിടുന്നുണ്ട്. നല്ല ചെറുതായിട്ട് തരിതരിയായിട്ട് ചെത്തിയിടണം, കട്ടിയായി പോകരുത്, വിരകിയെടുക്കേണ്ടതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരമേ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരുപാട് മധുരം ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യം ഒരു ഏലക്കയാണ്. ഒരു ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചാൽ ഏലക്ക നന്നായിട്ട് സോഫ്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് പൊടിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശർക്കരയുടെ മധുരമാണ് മെയിനായിട്ട്, പഞ്ചസാരയല്ല യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത്യാവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ബോളായിട്ട് വേണമെങ്കിലും പൊടിയായിട്ടാണെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ ഒരുപാട് നെയ്യ് ഒഴിച്ചാൽ നല്ല ബോളായിട്ട് കിട്ടും. അപ്പോൾ നെയ്യ് ഒരുപാട് ഞാൻ എടുക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് നെയ്യേ ഒഴിച്ചുള്ളൂ. പിന്നെ ഇതുപോലൊരു സ്പൂണിട്ട് ടേസ്റ്റ് ചെയ്യുകയാണ്. സംഭവം പൊളിയാണ് കേട്ടോ. അവൽ വറുത്ത് നമുക്കിതുപോലെ ചെയ്യാം, വറുക്കാതെയും ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.